നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. ഇങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. നമ്മളിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. അവർക്ക് ഏറ്റവും സൗകര്യമുള്ള രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ അവർക്ക് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസം, അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്ന ആ പ്രോഡക്ട്സിന് അവർ വിശ്വസിക്കുന്നതിനെക്കാട്ടിൽ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവയാണെന്നുള്ള ബോധ്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നും അവർക്ക് ബോധ്യപ്പെടാം. കസ്റ്റമേഴ്സിന് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ആണ്, പരിഹാരങ്ങളാണ്. അപ്പൊ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ജീവിതകാലത്തേക്കുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും നമ്മളുമായിട്ടൊരു ദീർഘകാല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും സാധിക്കും. പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് എ പോസിറ്റീവ് സെയിൽസ് കൾച്ചർ എന്നുള്ളതാണ്. ടീം എഫേർട്ടോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് എക്കാലത്തും വിജയം ഉണ്ടാകുന്നത്. പലപ്പോഴും സ്പോർട്സിലൊക്കെ കാണാറുള്ള പോലെ തന്നെ ടീം വർക്കാണ്. അതായത് ഒരു സെയിൽസ് ടീം അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സെയിൽസ് ടീമിന് നമ്മൾ പല ജോലികളാണ് അവർക്ക് നൽകുന്നതെങ്കിലും അവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി ആ ടീം വർക്കിലൂടെ നമുക്ക് ഒരു കോമൺ റിസൾട്ട് ഉണ്ടാക്കി എടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പൊ എന്താണ് ടീം വർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, നമ്മളൊരു സെയിൽസ് ലീഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, നമ്മളൊരു സെയിൽസ് ലീഡർ ആയിക്കോട്ടെ, നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ആ ടീം മുഴുവനും അത് ഉൾക്കൊള്ളുകയും അതൊരു ടീം വർക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കോമൺ ഗുഡിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പം ടീം വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് എക്കാലത്തെയും മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ടീം വർക്കിന് നമ്മൾ വളരെയധികം പ്രയോറിറ്റി നൽകേണ്ടതായിട്ടുണ്ട്. സെയിൽസിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഫോക്കസ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ, ലെവറേജ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സെയിൽസ് ടീമിന് കൂടുതലായിട്ടും അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് ടീമായിട്ട് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, ഇവയെല്ലാം കൂടി ഒരു ടീം വർക്കോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ദ ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി നമ്മുടെ സെയിൽസിലും നമ്മുടെ ബിസിനസ്സിലും നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കുക. ഈ നിയമങ്ങൾ നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.